ഇന്ന് ഞങ്ങളുടെ സാറിന്റെ 80ാമത് പിറന്നാളാണ്. എന്തോ ചെയ്യാനാ, ആ പാവി ആശുപത്രിയിൽ അഡ്മിറ്റാ. ഇന്ന് ഡിസ്ചാർജ് ആയി വരും. പക്ഷേ ഒത്താൽ ഇന്ന് പല്ലെടുക്കണം, സെറ്റാക്കണം. അതിനുമുമ്പ് വീടൊക്കെ ഒന്ന് നമുക്കൊന്ന് അലങ്കരിക്കണം. ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി ഒന്നിടണം. സാറും കൊള്ളാം, ബന്ധുക്കാരും കൊള്ളാം. ഒരുത്തം വരാമെന്ന് പറഞ്ഞ അവൻ ഇതുവരെ ഇവിടുന്ന് വിളിച്ചിട്ടില്ല. ആ ഹലോ, ആ അച്ഛാ എവിടായി? മുംബൈയിലോ? വെച്ചേ എനിക്ക് ചിരി വരുന്നു. കൊള്ളാം. ഇന്നാണ് കേക്ക് മുറിക്കുന്നത്. 8-ന് മുമ്പേ വരണം എന്ന് പറഞ്ഞ 8-ന് മുമ്പേ പോയി നിൽക്കുക. പൊട്ടനാ സാറും മൊണ്ണ, ബന്ധുക്കളും മൊണ്ണ. ഇന്ന് എന്തായാലും പള്ളിന്ന് ഞാൻ പറഞ്ഞു സെറ്റാക്കി. തിരിച്ച് സാറിനെ ഇരുത്ത്. ആ ഞാൻ പറഞ്ഞു അത് കേറിയിരിക്കേ. അപ്പൊ സാറിന് പേടിയാന്ന്. ഞാൻ എന്നാ അതിന്റെ ഓട്ടോ വിളിക്കാന്ന് പറഞ്ഞു. അതിന് പൈസ മുടക്കണ്ട, ഇത് വേസ്റ്റ് ആയി പോകുന്നു. അപ്പൊ എന്നെ തെളിക്കൊണ്ട് വന്നേ. ഞാൻ എന്തിനോ കഷ്ടം പിടിച്ചു. ഞാൻ പിന്നെ എന്തിനാ വന്നേ? ദോഷമാണ് കാണിച്ച്. എന്തോ ചെയ്യാനാന്ന് പറ. എന്താ നിന്റെ കൈക്ക് ഇതെന്താ പറ്റിയതാ? അത് സ്വർണ്ണക്കടി കിട്ടിയതാ. സ്വർണ്ണക്കടിയോ? ആ ഞാൻ ആ സ്വർണ്ണപ്പള്ളി എടുക്കാൻ വേണ്ടി വായിക്കുന്നത് വിരലിട്ടതാ. ഒരൊറ്റ കടി തന്നെ. അതിനിടയ്ക്കൂടെ നീ അതോപ്പില്ല. ഞാൻ നോക്കട്ടെ പറ്റുവാണെങ്കിൽ കിട്ടുന്നു. അടാ അത് കിട്ടിയായിരുന്നെങ്കിൽ എനിക്കൂടെ കിട്ടുമായിരുന്നോ? നീ തന്നെ അടുത്തോട്ട് പോകല്ലേ? ഞാൻ കിട്ടുന്ന ഞാൻ അതിന് പോയേനെ. പോയിട്ട് അങ്ങനെ ഉണ്ട്. ഓ വലിയ ഗുണമൊന്നുമില്ല. ഡോക്ടറെ കാര്യമല്ല, അസുഖം ഗുളിക വന്നിട്ടുണ്ട്, മാറുമെന്ന് പറഞ്ഞോ? ആദ്യത്തിൽ കഞ്ഞി കുടിക്കാം. കഞ്ഞി കൊടുക്കും. കഞ്ഞി കൊടുത്തേക്കാം. ഇതിപ്പോ തീരുവോ? ഈ ചുമ ഇപ്പൊ കഴിയുവോ? മിക്കവാറും തീരാൻ ചാൻസ് ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ. 2 സ്പൂൺ കഞ്ഞി കുടിക്കേട്ടോ. ചൂട് കഞ്ഞിയാ. ഓമയ്ക്കായോ? അല്ല ചാവച്ചോ. ഈ ഗുളിക എടുക്കരുത് കേട്ടോ. അതേ ഡോക്ടർ പ്രത്യേകം പറഞ്ഞ് കഞ്ഞി കുടിക്കുന്നതിന് തൊട്ട് മുമ്പേ ഗുളിക ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ അത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. തൊട്ട് മുമ്പിൽ ഇരുന്നാ മതി. ഓഹോ മതിയോ? മതി. എന്നാ ഒരു കാര്യം ചെയ്. വെള്ളം മതി. കുലുക്കി തൊപ്പിക്ക് ഇതിനകത്തൊക്കെ സാധനം ഒന്നും കിട്ടി. വെറുതെ കിടന്ന് കഷ്ടപ്പെട്ടാ. നീ കിടക്കട. ഞാനൊരു ഗെയിം കളിക്കുക. ഇപ്പൊ തിരുതി വെച്ചോ? ഞാൻ ഹോസ്പിറ്റലിൽ കൂട്ടിയിരുന്നില്ലയോ? ഞാൻ അങ്ങ് ബോറടിച്ചിരിക്കുവായിരുന്നു. അപ്പൊ തൊട്ടപ്പുറത്ത് ബെഡിൽ ഒരു പയ്യനാണ് ഇത് പരിചയപ്പെടുത്തിയത്. നല്ല സൂപ്പർ ഗെയിമായത്. നിങ്ങളെ ഫോണില്ലയോ? പ്ലേ സ്റ്റോറിൽ എടുത്ത് പറഞ്ഞാൽ മതി, ഗെയിം കിട്ടും. ഞാൻ കളിച്ചിട്ട് തരാടോ. ഇല്ല നിങ്ങളെ ഫോണിൽ നിന്ന് എടുക്ക്. എന്റെ ഫോൺ എനിക്ക് അറിയത്തില്ല, അതെന്താ ചെയ്യണ്ടേ? ആ പ്ലേ സ്റ്റോറിൽ കയറി എടുത്ത് പറഞ്ഞാൽ മതി, കിട്ടും. എവിടെ? നെറ്റിലോ? ആ പ്ലേ സ്റ്റോറിൽ എടുത്തിട്ട് പറഞ്ഞാൽ മതിയോ? കാണിച്ച ഗെയിം ഒന്ന് കാണിച്ചേ. സൂപ്പർ ഗെയിമാ. അവൻ ആ കളിക്കുന്ന അതേ ഗെയിം എനിക്ക്. കലിപ്പെന്നൊക്കെ കാണിക്കുന്നു. അത് കിട്ടിയില്ല സാധനം. ഗുളി കൊടു. വെള്ളമൊക്കെ അവിടെ ഉണ്ട്. എന്താ ഗ്യാസാന്ന് പറഞ്ഞ ഗുളി കഴി. ഞാൻ വ്യാസനെ വിളിച്ച അവിടെ തെങ്ങ കയറാൻ പറ്റുന്ന തെങ്ങ കയറണം, തേങ്ങ പിരിക്കണം കേട്ടോ. നാളെ രാവിലെ തന്നെ എത്തണം കേട്ടോ. ആ ശരി. അണ്ണാ ഈ സുധാകരൻ താമസിക്കുന്നതിന്റെ ആ സൈഡാണോ അണ്ണന്റെ സൈഡ്? ആ സൈഡല്ലേ ഞങ്ങൾ താമസിക്കുന്നേ. സുധാകരൻ താമസിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ സൈഡിലാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സുധാകരന്റെ സൈഡാ. ഒരു അയൽവാസിയായിരുന്നാലും ഉപകാരമുള്ളവനവൻ. അന്ന് മക്കളൊക്കെ വളർന്നു. മക്കൾ വളർന്നു. പിന്നെ 2 മക്കളല്ലയോ? പിന്നെ ചെറുക്കൻ പഠിക്കുന്നു, മൂത്ത മകളെ കെട്ടിച്ചു വിട്ടു. മോളെ എവിടെ കെട്ടിച്ചേ? മോളെ കെട്ടിച്ചത് അത് മറ്റേ വീടിന്റെ മണ്ടലോട്ട് എല്ലാം കൂടെ വളഞ്ഞു നിൽക്കുമായിരുന്നു. ഞാൻ പിന്നെ അതെല്ലാം കൂടെ പിടിച്ചു കെട്ടി ഒരു തെങ്ങ വലിച്ചു മുറുക്കി കെട്ടി. വീട്ടുമുറ്റത്ത് ഇരിക്കുന്ന മോളെ എവിടെ പിടിച്ച് കെട്ടിയെന്നല്ല ഞാൻ ചോദിച്ചേ. അങ്ങനെ മൂത്ത മോളെ എവിടെ കെട്ടിച്ചെന്നാ ഞാൻ ചോദിച്ചു. മോളെയോ? ചങ്ങനാശ്ശേരി. ചെറുക്കനെങ്ങനുണ്ട്? ചെറുക്കൻ അയ്യോ കാണാൻ സുന്ദരൻ, നല്ലൊരു ജോലി. അവന് ചെലവും കഴിഞ്ഞ വണ്ടിക്കൂലി. ചെലവും വണ്ടിക്കൂലി കഴിഞ്ഞ ശമ്പളം. അത് പറ. ഒരു കാര്യം പറഞ്ഞു. എന്തുവാ? സാറിന് ആവി കൊടുക്കണോന്ന് പറഞ്ഞ് വന്ന ഉടനെ ആവി കൊടുക്കണോന്ന് പറഞ്ഞു. ഇതൊത്തം തോന്നാൻ. വെള്ളം കൊണ്ടുവാ സാറേ. ആവി പിടിക്കണ്ടേ? റജിയോട് പറഞ്ഞായിരുന്നോ? അതിലേ പറഞ്ഞേ. വിടി ഇതൊന്നും വേണ്ട. ഞാൻ എന്തിനാ വന്നേക്കുന്നത്? ഇത് പിടി.
പെതുക്കെ ഇവിടെ ഇരിക്കാം ഇവിടെ ഇരിക്കാം അവിടെ ഇരിക്കാനോടാ അവിടെ എടാ, കട്ടിലിരുന്നെടാ, ഇപ്പൊ വേണ്ട ആ ചൂട് വെള്ളം എല്ലാം കൂടെ മറിഞ്ഞിട്ടിട്ട് അത് കളഞ്ഞ് പാട് വന്ന് ചായ പിടിക്കട്ടോ. ആവി കൊള്ളാനൊക്കെ അങ്ങനൊക്കെ വേണം. എടാ ഒരു കാര്യം ചെയ്യോ, ഏ? ഞാൻ മറ്റേ അധികം വേഗാത്ത കപ്പ പുഴുങ്ങി എടുത്തോണ്ട് വരട്ടെ. വേവിച്ചോണ്ട് പോയി എന്തിനു വേവാത്ത കപ്പ? എടാ ഒരു കടിയിൽ ഒരു കഷ്ണം കിട്ടിയാ പൊളിക്കുവോ? അത് ഐഡിയ കിട്ടുന്നുണ്ടോ? ആ കിട്ടുന്നുണ്ട്. നോക്കിയേ. ആ ആവി കൊണ്ടേ. ആ ആ ആ എന്തിനാ മൂക്കല്ലിട്ട് പിടിക്കുന്നത്? ഈ ആവി കയറണ്ടേ? വാ തുറക്ക്. ആ വായിക്കകത്ത് കൈയിടാതെ. ആവി കയറുന്നുണ്ടോ നോക്കണ്ടേ? ആ, ആ, ആ. ഇത് കണ്ണിനിട്ട് കുത്താതെ. കണ്ണിനാന്നാ ഞാൻ കുത്തിയത്, വിരൽ എവിടൊക്കെയോ കേറി പോന്ന്. ഓ എന്തോ തപ്പുന്നത് കിടന്നാ. ആ വായിന്തിയെ പിന്നെ അടച്ചോ. വാ തുറക്ക്, ആവി കയറട്ടെ. ആ തുറന്ന് വച്ചേക്കുവാന്ന് ആവി. എന്തോ പറയാനോ? സജിയേ, ഓ സജിയേ, എന്താ സാറേ? ഇങ്ങോട്ട് വാ. അതായിട്ട് ഇവനെ ഇതിന്റെ അകത്ത് കയറി കുത്തിയിരിക്കുന്നു. എന്താ സാറേ? അയ്യോ അതായത് റെജി ഇതിനകത്ത് കയറി കുത്തിയിരിക്കുന്നത്. രജിയേ, എവിടെ? നീ എന്താ ഇതിനകത്ത് കയറിയിരിക്കുന്നേ? അല്ല ആവി കൊള്ളുമ്പോ പല്ലളായി വന്നാലോ? എന്റെ പൊന്നോ, എടാ പൊട്ട, നീ അങ്ങനെ പേടിക്കണ്ട. ഞാൻ തീക്കനലായിട്ടേക്കുന്നു, ഉരുകി വീഴുന്ന വീഴട്ടെന്നും പറഞ്ഞു. പിന്നെ നീ എന്റെ കണ്ണിരുന്ന് എരിയുന്നത്. മാറിക്ക്, ഞാനിവിടെ കയറാം. എവിടെ എന്തി ഇതിനകത്ത് നോക്ക് നോക്ക്. എങ്ങനെയാ? ഉരുകൊന്നും വീഴുന്നൊന്നുമില്ല. ഇതാ. എടാ എന്നെ വായി കൈയിടാൻ. അയ്യോ വാ വാ മാറിപ്പോ. ആ അടിപൊളിയാണ്. സജിയേ, ഇതെന്തോ കാണിക്കുവാ എല്ലാരും കൂടെ? ആരാ എന്നെ ഇട്ട് കുത്തുന്നത്? അയ്യോ ആള് മാറിപ്പോ. ഞാൻ ഇറങ്ങട്ടെ. നീ അങ്ങ് ഇറങ്ങ. പെട്ടെന്ന് എടുക്കണേ. പെട്ടെന്ന് എടുക്കാം. മതി മതി എടുത്തോട്ട് പോ. മതിയോ? ആ. ദൈവമേ. സജിയേ, ഇട്ടു മൂടാൻ പാടില്ല. ഇണ്ടി പോയേക്കരുത്. എന്നാലും പോലെ ഒരു അബദ്ധം പറ്റിയതാ. ഇനി പല്ലിന്റെ കേസ് നേരാന്നൊന്നും ആര് കണ്ടു? എനിക്ക് ഞാൻ ഇതൊന്ന് അരിച്ചു നോക്കിട്ട് വരാം. സാറേ സാറിന് സത്യത്തിൽ എന്തുവായിരുന്നു ജോലി? ഞാൻ മൃഗഡോക്ടർ ആയിരുന്നു പണ്ട്. ആണോ? ആ പിന്നെ ഈ 10-30 വർഷം ഞാൻ സർവീസിലിരുന്നില്ലയോ? ആ. അങ്ങനെ ഇരുന്ന സമയത്ത് അങ്ങ് തിരുവനന്തപുരത്ത് ഒരു മ്യൂസിയം ഉണ്ടല്ലോ. ഉണ്ട് ഉണ്ട്, ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഒരു മയിലുണ്ട്. ആ. 2.5 മാസമായിട്ട് മയിൽ അങ്ങോട്ട് പീലി വിടർത്തി ആടാതെ ഒരു ഒറ്റ നിപ്പ. അപ്പൊ എന്നെ വിളിച്ചു, സാറേ പെട്ടെന്ന് വന്ന് മയിലിനെ ഒന്ന് ആട്ടണം. ഞാൻ ചെന്ന് നോക്കിയപ്പോ എന്തുവാ, അതിന്റെ പീലി എല്ലാം കൂടെ പിണഞ്ഞു കിടക്കുവാ. പിന്നെ എന്താ ചെയ്തു? പിന്നെ ഞാൻ ഓരോ പീലി എടുത്ത് കളർ പോയിടത്തൊക്കെ ഇച്ചിരി കളറൊക്കെ അടിച്ച് കയറ്റി അവനെ സെറ്റാക്കി പീലി വരുത്തി ആടിച്ചിട്ടാ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. സാറേ ഈ മയില് വർത്താനം പറയുവോ? അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അതല്ല, മയില് വർത്താനം പറയുവോ? മയില് വർത്തമാനം. ചില കൊച്ചു മയിലുകൾ വലിയ വായ വർത്താനം പറയും. ഇള കൊച്ചു വായി വലിയ വർത്തമാനം പറയരുത്. അങ്ങനായിരുന്നു. മയിലെന്നാ? അത് പറ. ഇതിന് തിരിഞ്ഞെന്തോ കൊച്ചുമയിലെന്നോ? ഞാൻ കൊച്ചു മയിലെന്നാ കേട്ടെ. കാര്യം ചെയ്താലോ? ദാ, കേക്ക് മുറിക്കാടാ. കേക്ക് സമയം നീ വരാൻ. എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നീ ആരൻ? ഓ, ആഹാ. പാരസെറ്റമോളോടാ. അതെന്തുവാ? സംഭവം എന്താണെന്നറിയോ, പുള്ളിക്ക് ഭയങ്കര ദേഷ്യമാ. കാരണം പുള്ളി ആരെന്തെങ്കിലും പറഞ്ഞാൽ പുള്ളി പ്രതികരിക്കും. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഡോക്ടർ പറഞ്ഞു, മരുന്ന് പ്രതികരിച്ച് തുടങ്ങിയെന്ന്. അതിനെ കാണിക്കുവാണോ? മരുന്നിനെ ചീത്ത വിളിക്കുവാ. അത് പുള്ളിയുടെ വിഷയം. വന്നേ, ആ സ്വർണ്ണപ്പല്ലെടുക്കാൻ വേണ്ടി ഞാനൊരു ബുദ്ധി പറയട്ടെ. നിന്റെ ബുദ്ധിയൊക്കെ നിർത്തിയാല് ഒരു ആധാർ കാർഡ് കളഞ്ഞു കിട്ടിയ ഏതോ ഒരു പെണ്ണുങ്ങൾ ആധാർ കാർഡ് കളഞ്ഞു കിട്ടിയപ്പോ ആധാർ കാർഡിന്റെ നമ്പർ മൊബൈൽ നമ്പരാന്ന് പറഞ്ഞ് 20 ദിവസം നീ കോൾ ചെയ്തവന. നിന്റെ ബുദ്ധിയാണോ?